ഹായ് അസ്സലാമലൈക്കും. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലേ? സൈഡ് വാർപ്പൊക്കെ കഴിഞ്ഞ് അൽഹംദുലില്ലാ. പിന്നെ ഇന്ന് മഴയൊന്നും ഇല്ലായിരുന്നു, അതുകൊണ്ട് എല്ലാം മൂടിയൊക്കെ ഇട്ടേക്കാണ്. ഇന്ന് മഴ ഒട്ടും ഇല്ലായിരുന്നു. ഇന്നലെ ഈ പരുവാണ് കിട്ടിയിരുന്നെങ്കിൽ ഇന്നലത്തെ ജോലിക്കാരെ ഊപ്പാട് അവർ 2 മണിയായി ഫുഡ് കഴിച്ചപ്പോഴത്തേക്ക് ഒരുപാട് വിഷമിച്ച്. പിന്നെ അവസാനമായപ്പോൾ മഴ അങ്ങ് തോന്നു കേട്ടോ. ഇപ്പം നല്ല അന്തരീക്ഷത്തിൽ നിൽക്കുന്നു. പിന്നെ ഇല്ലേ നീലച്ചായ കുടിക്കാൻ പോവുക. കാരണം വെച്ചാൽ ഗ്രീൻ ടീ ഇല്ലേ, അതുപോലെ ശംഖുപുഷ്പം ഇടുന്നതുണ്ടല്ലേ, നീല കണ്ട നല്ല 5 പൂ മതി. നല്ല നീലയാണ്, നമുക്ക് ലൈറ്റായിട്ട് തോന്നുന്നതാണ് പൂവ്. ഞാൻ പൂവ് അത് ഇട്ടിരിക്കുന്നത്, അത് വെള്ള കളറാവും കണ്ട. ഈ പൂവിൻ്റെ ഗുണം നിങ്ങൾക്ക് അറിയണ്ടേ? ഷുഗർ, ബാക്കി കാര്യങ്ങൾ ഇതിനകത്ത് നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ്. അപ്പം നിങ്ങളിത് ഏത് അന്തരീക്ഷത്തിൽ ഏത് കാലാവസ്ഥയിലും പിടിക്കും. നിങ്ങൾ ഈ വെള്ളം കുടിക്കണം. പിന്നെന്താണ് വിശേഷങ്ങൾ? മക്കളൊക്കെ അൽഹംദുലില്ലാ ഓക്കെ ആയിട്ടിരിക്കുന്നു. പിന്നെ വീടിൻ്റെ പണി മുന്നോട്ട് എങ്ങനെയൊക്കെയാണെന്ന് അറിയില്ല. അൽഹംദുലില്ലാ എല്ലാം അള്ളാൻ്റെ പക്കലാണ്. പിന്നെ നിങ്ങളുടെ നിയ്യത്തും ദുആയും ഓരോരുത്തർ നിയ്യത്ത് വെച്ചിട്ട് ഓരോ കാര്യങ്ങൾ തരുമ്പോഴും അൽഹംദുലില്ലാ. പിന്നെ വിശേഷങ്ങളെന്ന് പറഞ്ഞാൽ ഇപ്പം വലിയ സങ്കടം ഇല്ല. കാരണം എന്ന് വെച്ചാൽ സൈഡ് വാർപ്പ് എത്തിയല്ലോ, ഒരു അടിസ്ഥാനത്തിൽ നിന്ന് തുടങ്ങിയാണ്. എപ്പോഴും ഉമ്മച്ചീമ, എപ്പോഴും എൻ്റെ മക്കളെയും ദുആ എൻ്റെ ഉമ്മച്ചീമയിലാണ്. കാരണം വെച്ചാൽ ഉമ്മച്ചീമ വിചാരിച്ചുകൊണ്ടാണ് ഇന്ന് വീടാവുന്നത്. ഉമ്മച്ചീമ പറഞ്ഞ്, എടാ ഹക്കീമേ, അതായത് വല്യാമ്മച്ചി അബ്ദുൽ ഹക്കീം, ആ കൊച്ചുങ്ങൾക്ക് നീ ഒരു വീട് വെച്ച് കൊടുക്കണം എല്ലാവരുടെ അടുത്തും പറഞ്ഞിട്ട്. അങ്ങനെ ഒരു ആൾ ഇടനില നിന്നത് കൊണ്ടാണ് ഇതിൻ്റെ ബേക്കിൽ നിന്ന് ഇറങ്ങി 1 രൂപ സഹായിച്ചൊരിക്കും അൽഹംദുലില്ലാ അതിൻ്റെ ബർക്കത്തുണ്ടാവും. എൻ്റെ ഉമ്മച്ചീമ ആയ വാർപ്പിന് ഇപ്പം അൽഹംദുലില്ലാ അസുഖം കുറച്ച് ഓക്കെ ആണ്. ഞാൻ എപ്പോഴും എൻ്റെ മനസ്സിൽ എപ്പോഴും നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും ഒക്കെ നീയത്ത്, എൻ്റെ ഉമ്മച്ചീമാക്ക് അസുഖം ഷിഫയായി എൻ്റെ വീട്ടിൽ ഒരു അന്തി കൊണ്ട് ഇരുത്തണം. അന്ന് ഞാൻ നല്ലൊരു വീഡിയോ ഇടും. ഞാൻ എപ്പോഴും എൻ്റെ മക്കളുടെ അടുത്തും പറയും. കാരണം എന്നെ വളർത്തിയത് കൂടുതൽ എൻ്റെ ഉമ്മച്ചീമായാണ്. ഉമ്മച്ചീമാരുടെ അടുത്ത് നിന്നാണ് ഞാൻ പഠിച്ചത്. ഉമ്മച്ചീമ ആണെങ്കിലും ഉമ്മയെ പോലെ ഇരുന്ന് വയസ്സായിട്ട് പോലും എനിക്ക് എണീച്ച് എല്ലാം ഉണ്ടാക്കി തന്നതാണ്. എനിക്ക് ഒരു വയ്യായ്മ വന്നപ്പോഴും എൻ്റെ ഉമ്മാക്ക് കുഞ്ഞു മോനായിരുന്നു അനിയൻ. എൻ്റെ ഉമ്മച്ചീമാണ് എനിക്ക് സപ്പോർട്ടിന് നിന്നതും എന്നെ നോക്കി. പ്രസവിച്ച ഒരു കൊച്ചിനെ പോലെയാണ് ഞാൻ 4ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ എനിക്കൊരു വയ്യായ്മ വന്നപ്പോൾ നോക്കിയത്. അൽഹംദുലില്ലാ എനിക്ക് അവരെ പോയി നോക്കാൻ പറ്റൂല. കാരണം എനിക്ക് 3 പൊടി മക്കളാണ്. അവരെ നാട് കടയ്ക്കലാണ്. മൂത്ത മോളുടെ അടുത്താണ് നിൽക്കുന്നത്. അപ്പോഴും നിങ്ങളെല്ലാവരും ഈ വീഡിയോസ് കാണുന്നവർ ദുആ ചെയ്യണം. കാരണം എൻ്റെ ഉമ്മ തന്നെയാണ്. ഉമ്മായും ഉമ്മച്ചിമായിലും വെച്ചാൽ ഉമ്മാരുടെയും സ്നേഹമുണ്ട്, അതിനേക്കാളും ഉമ്മച്ചിമാരുടെ സ്നേഹമാണ്. അതുപോലെ എനിക്കൊരു ഉമ്മയുണ്ട്, വലിയമ്മായും എൻ്റെ വലിയാപ്പായും മാമച്ചി. ഞാൻ അത്രത്തോളം കുടുംബജീവിതത്തിന് എനിക്ക് മുമ്പൊന്നും ഒന്നും അറിയില്ലായിരുന്നു, രക്തബന്ധങ്ങളെ വിലയും ഒന്നും. ഈ ബന്ധം തീർന്നതിന് ശേഷമാണ് ഞാൻ കൂടുതൽ രക്തബന്ധം, എൻ്റെ വാപ്പ ഉമ്മ എന്താണ് എങ്ങനെയാണ് എന്ന് പറഞ്ഞത്. പ്രശ്നങ്ങളും ജീവിതവും പ്രസവവും കാര്യങ്ങളും ആകെ ഭ്രാന്ത് പിടിച്ചാണ്. ഇപ്പം അൽഹംദുലില്ലാ വീടാവുന്നുണ്ട്. എനിക്കൊന്ന് പോയതിനും വേണ്ടി എനിക്ക് വീടാവുന്നുണ്ട്. അയാളുണ്ടായിരുന്നെങ്കിൽ ഇന്നും വീടാവൂലായിരുന്നു. കുടിയും അടിയും പ്രശ്നവും ഒരു സമാധാനം. ഇപ്പോൾ കുടിക്കുന്ന കഞ്ഞിക്ക് ബലമുണ്ട്. എന്തിനാണ് ഒരു അപ്പം കഴിച്ചാലും ഒരു ദോശ കഴിച്ചാലും എന്തിനു പറയണം, ഒരു പച്ചവെള്ളം കഴിച്ചാലും എൻ്റെ ലൈഫ് എനിക്ക് സമാധാനമാണ്. ഞാനിപ്പോൾ മക്കളെ 3 പേരെ കെയർ ചെയ്തിട്ട് ഇന്നും എനിക്കൊരു ഇന്നത്തെ പോലെ മക്കളെ കളഞ്ഞിട്ട് എൻ്റെ 3 മക്കളെ ഞാൻ നെഞ്ചോട് ചേർത്ത് പിടിക്കുകയുള്ളു. എപ്പോഴും കടയിൽ പോയിട്ട് വന്നാലും ഞാൻ വിശന്നിരുന്നാലും എൻ്റെ മക്കൾക്കുള്ളതിൽ പങ്ക് കൊണ്ട് കൊടുക്കും. അവർക്കൊരു ഉപ്പയില്ല, അവർക്ക് ആരും മേടിച്ച് കൊടുക്കാനില്ല, ഞാൻ മാത്രമാണ് എല്ലാം. അപ്പോഴും ഒരു ഇതേ ഉള്ളൂ, എനിക്ക് ആയുസ് കിട്ടണം, എനിക്ക് എൻ്റെ മക്കളെ വളർത്തിയെടുക്കാം. അന്നുള്ള റബ്ബിൻ്റെ പ്രാർത്ഥന. പിന്നെ എൻ്റെ ഉമ്മച്ചീമ അസുഖങ്ങൾ ഷിഫയായി എൻ്റെ വീട്ടിൽ ഒന്ന് കൊണ്ടിരുത്തണം. വാർപ്പിന് ഒരു നേരത്തെ ഭക്ഷണം എനിക്ക് ഒരു വട്ടമാവട്ടെ അവർക്ക് കൊടുക്കണം. കാരണം എൻ്റെ കുറ്റിയെടുപ്പിന് വന്നിട്ട് കല്ലിടിയിലിന് വന്നിട്ട് പോയ എൻ്റെ ഉമ്മച്ചിമായാണ്. പക്ഷേ അൽഹംദുലില്ലാ അപ്പം അസുഖങ്ങൾ കുറച്ച് ഓക്കെ ആയി ഇരിക്കുന്നുണ്ട്. ഒന്ന് എണീച്ചിരിക്കുന്ന അവസ്ഥ എത്തണേ റഹ്മാനേ എന്നാണ് പ്രാർത്ഥന. എൻ്റെ ഉമ്മ ആണ് എൻ്റെ ഉമ്മച്ചീമ. എനിക്കെല്ലാം എൻ്റെ ഉമ്മച്ചീമായാണ്. കാരണം എന്ന് വെച്ചാൽ ഉമ്മച്ചീമ എന്ന് വിളിച്ചിട്ടാണ് സ്കൂൾ വിട്ടിട്ട് വരുമ്പോൾ ഓടി ഇറങ്ങി വരണത്. എന്നാ വീടും എൻ്റെ മസ്റൂറാരതാ ഈ പരുവത്തിൽ, എൻ്റെ ഈ മസ്റൂറാരെ ഈ പരുവത്തിലൊക്കെ ഉമ്മാക്ക് മറ്റേ കൊച്ചു മോനായിരുന്നു എൻ്റെ ഉമ്മച്ചീമ. ഇപ്പോഴും ഉമ്മച്ചീമ എന്ന് പറഞ്ഞാൽ എനിക്ക് 7 ഉയിരാണ്. ഉപ്പാപ്പായും ഉമ്മച്ചീമയാണ് എന്നെ വളർത്തി. ഉപ്പാപ്പ മരണപ്പെട്ടു പോയി.
അതുകൊണ്ട് കുടുംബജീവിതത്തിന് രക്തബന്ധത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കണം. മുന്നേ അല്ല, ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. മുമ്പൊക്കെ എന്തെങ്കിലുമൊക്കെ വന്നാൽ പ്രതികരിക്കുമായിരുന്നു. ഇപ്പോൾ ഒന്നുമില്ല. കാരണം എന്ന് വെച്ചാൽ എനിക്ക് അള്ളാഹ് ഉണ്ട്. അപ്പം നിങ്ങൾ ദുആ ചെയ്യണം, എൻ്റെ വീട് എത്രയും പെട്ടെന്ന് ആവണം. എൻ്റെ ഉമ്മ ഉപ്പ എൻ്റെ അടുത്ത് എനിക്ക് എത്രയും പെട്ടെന്ന് എത്തണം. ഇവിടെ നിന്നിട്ട് ആരും സഹായമില്ല. ഇപ്പോൾ വീഡിയോസ് ലോങ് ആയി പോകണം മക്കളെ. സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഈ വീഡിയോസ് കണ്ടിട്ട് വീഡിയോ കണ്ടെങ്കിൽ എന്നെ ഹെൽപ്പ് ചെയ്യണം, ദുആയിൽ ഉൾപ്പെടുത്തണം.